ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പറയാം. എക്സസൈസ് 1.2-ലെ 11-12 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4. ഇത് എവിടേക്കാണ്? എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4. ഞാൻ അതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഓപ്ഷൻസ് നോക്കാം. ഇതുപോലെയല്ല കൊടുത്തിരിക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതാണ്. ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് സിംപ്ലിഫൈ ആയിട്ട് എഴുതുന്നതാണ്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ABCD 1 1 1 2 എന്നുള്ള കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 1 1 2, ബോത്ത് 1 1 1 2. ബി ഓപ്ഷൻ എന്ന് പറയുന്നത് മെനി 1 1 2. അപ്പോൾ മെനി 1 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നോട്ട് 1 1 ആണെങ്കിൽ മെനി 1 ആണ്. 1 1 അല്ലാത്തതിനാണ് എന്ത് പറയുക? മെനി 1 എന്ന് പറയുന്നത്. 1 1 അല്ലാത്തതിനാണ് മെനി 1 എന്ന് പറയുന്നത്. തിയറി പാർട്ട് അറിഞ്ഞിരിക്കുക. 1 1 അല്ലാത്തതിനാണ് മെനി 1 എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മെനി 1 1 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. മെനി 1 1 2, അതിൻ്റെ അർത്ഥം 1 2 ആണ്. മെനി 1 എന്ന് പറയുന്നത് നോട്ട് 1 1. അപ്പോൾ നോട്ട് 1 1 എന്നുള്ള ആ ഒരു സിമ്പിൾ കാണിക്കാൻ വേണ്ടി നോട്ട് 1 1. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 1 ബട്ട് നോട്ട് 1 2, 1 1 ബട്ട് നോട്ട് 1 2. അതുപോലെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നെയ്തർ 1 1 നോർ 1 2, നെയ്തർ 1 1 നോർ 1 2. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം ആർ ടു ആർ. ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് റൈസ് ടു 4 1 1 ആണോ 1 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4, ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ നമുക്കറിയാം. അത് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. +1-ലാണോ +2 എവിടെയായാലും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എഫ് ഓഫ് -1 ഈക്വൽ ടു എഫ് ഓഫ് 1 ആണ്. എഫ് ഓഫ് -1 ഈക്വൽ ടു എഫ് ഓഫ് 1 ഈക്വൽ ടു 1. എഫ് ഓഫ് -1 എടുത്താലും അത് ആദ്യം കാണാം. എഫ് ഓഫ് -1 കാണാം, എഫ് ഓഫ് 1 കാണാം. 2 എടുത്താലും 1 എന്നാണ് ലഭിക്കുക. ഈ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്നാണ് വിചാരിച്ച് 1 1 1 2 എന്നാവണമെന്നില്ല. അത് ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനും റേഞ്ചിനും അനുസരിച്ച്, അല്ലെങ്കിൽ എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തതിനനുസരിച്ച് മാറും. ഈവൻ ഓഡ് എന്ന് വെച്ചിട്ട് 1 1 1 2 ആവണമെന്നില്ല. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് റൈസ് 4 എന്നുള്ളത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അത് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഈവനോ ഓഡ് എന്ന് കരുതി നമുക്ക് ഒരു ഫംഗ്ഷനെ 1 1 ആണോന്നോ 1 2 ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈന് അതുപോലെ കോഡൊമൈൻ എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള അതിനനുസരിച്ച് 1 1 1 2 എന്നുള്ള കണ്ടീഷൻ മാറും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എഫ് ഓഫ് -1ഉം എഫ് ഓഫ് 1ഉം എന്ത് തന്നെയാണ്? 1 എന്നുള്ള വാല്യൂ ലഭിക്കുന്നത്. രണ്ട് എലമെന്റ്സിന് ഒരേ ഇമേജ് ലഭിച്ചു. അതുകൊണ്ട് തന്നെ നോട്ട് 1 1, നോട്ട് 1 1. ഇത് 1 1 അല്ല. രണ്ടിനും ഒരേ ഇമേജ് ലഭിക്കാൻ പാടില്ല. 1 1ന്റെ കേസിൽ രണ്ടിനും ഒരേ ഇമേജ് ലഭിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നോട്ട് 1 1. നോട്ട് 1 1 എന്നുള്ള ഓപ്ഷൻസ് ബിയും ഡിയും ആണുള്ളത്. ബിയും ഡിയും ആണുള്ളത്. അപ്പോൾ അടുത്ത് ഏതാ നോക്കാം? ബിയിലും ഡിയിലും ഏതൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ അടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി 1 2 ആണോ എന്നുള്ള അറിയണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എക്സ് റൈസ് 4 എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ആയിരിക്കുക. എഫ് ഓഫ് എക്സ് എന്നുള്ള എക്സ് റൈസ് 4 എന്നുള്ള എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അങ്ങനെയല്ല, സോറി, ഇപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആറിലോട്ടാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആറിലോട്ടാണ് ഡിഫൈൻ ചെയ്തത്. ആറിലുള്ള ഒരു എലമെന്റ് ആണ് -1 എലമെന്റ് ഓഫ് ആർ, -1 എലമെന്റ് ഓഫ് ആർ. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. അപ്പോൾ എന്ത് ലഭിക്കും? എക്സ് റൈസ് ടു 4 ഈക്വൽ ടു -1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1, എക്സ് റൈസ് ടു 4 ഈക്വൽ ടു -1. ഈ എക്സ് റൈസ് ടു 4 ഈക്വൽ ടു -1 എന്നുള്ളതിന് ഏതില് റിയൽ നമ്പേഴ്സിന് സൊല്യൂഷൻ ഇല്ല.
x raised to 4 equal to -1 എന്നുള്ള ഇക്വേഷന് x raised to -4 the above equation doesn't have solution, does not has solution in real numbers. അതായത് x raised to 4 -1 റിയൽ നമ്പേഴ്സ് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ -1 is not an element of range. -1 is not an element of range. -1 ഏതിലില്ല? റേഞ്ചിലെ ഒരു എലമെന്റ് അല്ല. therefore codomain is not range. അതുകൊണ്ട് തന്നെ കോഡൊമൈൻ റേഞ്ച് അല്ല. അതായത് -1 എന്നുള്ളത് കോഡൊമൈനിലെ ഒരു എലമെന്റ് ആണ്. പക്ഷെ -1 എന്ന് പറയുന്നത് റേഞ്ചിലെ ഒരു എലമെന്റ് അല്ല. -1 എന്ന് പറയുന്നത് കോഡൊമൈനിലെ, ഇവിടെ കോഡൊമൈൻ ഏതാണ്? 6 ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഡൊമൈൻ എന്താണ്, കോഡൊമൈൻ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കോഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്. 6ലെ ഒരു എലമെന്റ് ആണ് -1. പക്ഷെ -1 ഏതിലെ എലമെന്റ് അല്ല? റേഞ്ചിലെ ഒരു എലമെന്റ് അല്ല. അതിന്റെ അർത്ഥം എന്താണ്? കോഡൊമൈൻ ഈസ് നോട്ട് റേഞ്ച്. കോഡൊമൈൻ ഈസ് ഇവിടെ ഹിയർ കോഡൊമൈൻ ഈസ് നോട്ട് റേഞ്ച്. കോഡൊമൈൻ ഏത് അല്ലെങ്കിൽ ഈസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ ഈസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. therefore ഫംഗ്ഷൻ ഈസ് നോട്ട് 1 2. അതായത് കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആകണം. 1 2 ആകണമെങ്കിലുള്ള കണ്ടീഷൻ കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആകണം. കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആവണം. പക്ഷെ ഇവിടെ കോഡൊമൈൻ ഈസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. therefore ഫംഗ്ഷൻ ഈസ് നോട്ട് 1 2. ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാന്ന് പറയുമ്പോൾ ഇത് ക്വസ്റ്റ്യന്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് കുറഞ്ഞ സ്റ്റെപ്പിൽ വിശദീകരിച്ച് വേഗം 1 2 അതായത് ഓപ്ഷൻ ആണോ നിങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജസ്റ്റ് വിശദീകരിക്കാനാണെങ്കിൽ സ്റ്റെപ്പ് കുറച്ച് എഴുതുക. അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടുതൽ വിശദീകരിക്കുക. അത് നിങ്ങൾ എക്സാമിന് എങ്ങനെയാണോ മാർക്കിനനുസരിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, വേണമെങ്കിൽ ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്ക് ലഭിച്ച് കോഡൊമൈൻ ഈസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. therefore ഫംഗ്ഷൻ ഈസ് നോട്ട് 1 2. അപ്പൊ നമുക്ക് ആദ്യം ലഭിച്ചു നോട്ട് 1 1 ആണെന്ന് ലഭിച്ചു. ഇപ്പോൾ നോട്ട് 1 2 ആണെന്ന് ലഭിച്ചു. അതിന്റെ അർത്ഥം ഡി ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഡി ഓപ്ഷൻ. ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 ആൻഡ് നോട്ട് 1 2. അപ്പോൾ ഇവിടെ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനും ചോദിച്ച് കാണാറുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ്. അപ്പോൾ നോട്ട് 1 1 ആൻഡ് നോട്ട് 1 2 കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഫംഗ്ഷൻ f of x equal to 3x. f of x equal to 3x. f of x equal to 3x. അപ്പോൾ നമുക്ക് 1 1 ആണോ ചെക്ക് ചെയ്യാം. f of x1 equal to f of x2 implies 3x1 equal to 3x2 implies x1 equal to x2. f of x1 equal to f of x2 implies x1 equal to x2. അതായത് ഇവിടെ നമുക്ക് നോട്ട് 1 1 ആണെന്ന് തെളിയിക്കാനുള്ള വല്ല ഒരു നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. നോട്ട് 1 1 ആണെന്ന് തെളിയിക്കാനുള്ള, അതായത് -1 എടുക്കുമ്പോൾ -3 ആണ്, 1 എടുക്കുമ്പോൾ 3 ആണ്, ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് 1 1 ആണുള്ള സാധ്യത ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോഴാണ് അപ്പൊ ഇത് 1 1 ആണോ എന്നുള്ള സാധ്യത വെച്ച് നോക്കി നമ്മളത് പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ 1 1 ആണ്. f of x1 equal to f of x2 implies x1 equal to x2. അങ്ങനെയാണെങ്കിൽ എന്താണ്? 1 1 ആണ്. ഫംഗ്ഷൻ ഈസ് 1 1. ഇവിടെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നോക്കട്ടെ. 1 1 1 2 മെനി 1 1 2 1 1 but not 1 2 neither. ഓപ്ഷൻസ് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ പോലെ തന്നെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഫംഗ്ഷൻ ഈസ് 1 1. ഫംഗ്ഷൻ ഈസ് 1 1. ഫംഗ്ഷൻ 1 1 ആണ്. അപ്പൊ ഏതിനൊക്കെ ചാൻസ് ഉണ്ട്? എക്കും സിക്കും ചാൻസ് ഉണ്ട്. എക്കും സിക്കും ചാൻസ് ഉണ്ട്. ഇനി അത് 1 2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 1 1 ആണെന്ന് ലഭിച്ചു. ഇനി അതുപോലെ 1 1 എന്നുള്ളത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? റീഡ് ചെയ്യുമ്പോൾ 1 2 ആണ് അല്ലെങ്കിൽ 1 1 എങ്ങനെ റീഡ് ചെയ്യാം? അപ്പോൾ എഴുതുമ്പോൾ ഇതുപോലെയാണ് എഴുതുന്നത്. ഇനി 1 2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
1 2 ആണെന്നുള്ള ചെക്ക് ചെയ്യണമെങ്കിൽ കോഡൊമൈൻ ഈസ് റേഞ്ച് ആണെന്ന് പറയണം. അല്ലെങ്കിൽ വേറെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ എനി y എലമെന്റ് ഓഫ് ആർ, അതിന്റെ ഡെഫിനിഷൻ വെച്ച് പ്രൂവ് ചെയ്യാം. ഫോർ എനി y എലമെന്റ് ഓഫ് ആർ, for any y element of R, take f of x equal to y. f of x equal to y. For any y element of R, take f of x equal to y എന്ന് എടുക്കുക. For any y element of R, അത് f of x ആയിട്ട് വരുന്നുണ്ട് നോക്കുക. ഇനി വരുന്നുണ്ടോ ഇല്ലേ നോക്കുക. ജസ്റ്റ് take f of x equal to y. അപ്പം നമുക്ക് ലഭിക്കും f of x equal to 3x equal to y. x equal to y by 3. ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ്, എന്നിട്ട് അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ദാറ്റ് ഈസ് വി ഗോട്ട് ഫോർ എനി y element of R, there is x in R. ഡൊമൈനിൽ R ആണ് പറയുന്നത്. ആദ്യം പറഞ്ഞ R എന്ന് പറയുന്നത് കോഡൊമൈനത്തെ R ആണ് പറഞ്ഞത്. We got that is we got for any y element of R, there is x in R such that f of x equal to y. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഡെഫിനിഷൻ ആണ്. ഏത് 1 2 ആണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്തു. അതായത് take y for any y element of R, take f of x equal to y. For any y element of R, അതിന്റെ സ്റ്റെപ്പ് ആണ് 1 2 ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള 1 2 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ ഫോർ എനി y എലമെന്റ് ഓഫ് ആർ ടേക്ക് f of x equal to y. f of x equal to y നിർത്തും. അങ്ങനെ എടുക്കുമ്പോൾ എന്താ ലഭിക്കുന്നത് 3x equal to y, x equal to y by 3. ദാറ്റ് ഈസ്, അതായത് വി ഗോട്ട്, അതായത് നമുക്ക് ലഭിച്ചു ഫോർ എനി y എലമെന്റ് ഓഫ് ആർ there is x in R such that, ഈ ഫസ്റ്റ് പറയുന്ന y എലമെന്റ് ഓഫ് ആർ എന്ന് പറയുന്നത് ഈ കോഡൊമൈനത്തെ R ആണ്. സെക്കൻഡ് ഡിഫൈൻ ചെയ്ത് എവിടേക്കാണോ ആ സെറ്റിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ പറയുന്ന x in R എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിനെയാണ്, ഡൊമൈനത്തെ സെറ്റിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ there is x in R such that f of x equal to y. അപ്പോൾ അതാണ് ഈ ഡെഫിനിഷൻ വെച്ച് അത് 1 2 ആണെന്ന് പറയാം. 1 2 ആണെന്ന് പറയാം. അപ്പോൾ ഈ സെറ്റ് ഈ ഫംഗ്ഷൻ 1 2 ആണ്. ഈ ഫംഗ്ഷൻ 1 2 ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് ലഭിച്ചു? നേരത്തെ 1 1 ആണെന്ന് ലഭിച്ചു. ഇനി ഇവിടെ 1 2 ആണെന്ന് ലഭിച്ചു. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? എ. രണ്ടും 1 1 ആണ്, 1 2 ആണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ. 1 1 ആണ്, ബോത്ത് 1 1 ആൻഡ് 1 2. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന സെക്ഷനിൽ കുറച്ച് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. അതിലുള്ള കുറച്ച് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.